ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാത്തൂസ് അമേസിങ് വേൾഡ്. രണ്ടാമത് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ചിക്കൻ പാർട്സ് കിട്ടിയിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കണം. അതിനകത്തോട്ട് വേണ്ടത് ഇത് 1 കിലോ ചിക്കൻ പാർട്സ്. അതിനകത്ത് വേണ്ടത് 5 സവാള, വലിയ സവാള, 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 തക്കാളി. സവാള നീളത്തിൽ അരിയണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. എന്നിട്ട് അത് നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ട് വഴറ്റണം. ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. അത് കഴിഞ്ഞ് സവാള നല്ലോണം വഴണ്ടി വരുമ്പോൾ വേണം നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കാൻ, തക്കാളി ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ സവാള വഴലാൻ ഭയങ്കര പാടായിരിക്കും. എന്നിട്ട് ഇതെല്ലാം നല്ലോണം വഴണ്ടി വരുമ്പോൾ നമ്മൾ ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കണം. ചിക്കൻ പാർട്സ് ആദ്യമേ നമ്മൾ മസാലയൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഉള്ളിയുടെയൊക്കെ ഫ്ലേവർ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ പാർട്സ് നല്ല സെറ്റായി കിട്ടും. എന്നുവെച്ചാൽ നല്ല വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാലയൊക്കെ ചേർക്കാം. ഇതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇതിനകത്ത് പിടിക്കണം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മസാലയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വറ്റി വന്ന് ഉപ്പുണ്ടോ നോക്കിയിട്ട് മാത്രമേ പിന്നെ ഉപ്പിടാവുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ചില്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. എന്നിട്ട് നമ്മൾ മസാല ഇടാൻ പോവാണ്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഒരു 2-3 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ചിക്കൻ പാർട്സ് എത്ര പേര് കഴിക്കുമെന്ന് അറിയത്തില്ല. കഴിക്കുന്നവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. ചിക്കനേക്കാളും ടേസ്റ്റ് ചിക്കൻ പാർട്സിന്. അടിപൊളി. ഒറ്റ തവണയെങ്കിലും നിങ്ങൾ കഴിച്ച് നോക്കണം. അതിൻ്റെ ഹാർട്ടും ലിവറും ഒക്കെയാണ് ഇത്. അടിപൊളിയാണ്. അപ്പം ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നല്ലോണം മിക്സ് ചെയ്ത് ഈ വെള്ളത്തിനകത്ത് തന്നെ കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് ആ ഒരു ഹൈ ഫ്ലെയിമിലിട്ടോ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ മീഡിയം ഫ്ലെയിമിലിടണം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം അടച്ച് വേവിച്ചിട്ട് പിന്നെ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. നമ്മളൊരു റോസ്റ്റ് പരുവത്തിലെടുക്കാനാട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. എന്നിട്ട് താണ്ട് ഈ ഒരു രീതിയിൽ നല്ലോണം വഴണ്ട് ആ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. ആദ്യമേ മല്ലിയില ഇട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് അതും മിക്സ് ചെയ്യണം. എന്നിട്ട് ആ വെള്ളം വറ്റിച്ച് തന്നെ ഈ ഒരു പരുവത്തിലെത്തിക്കണം നമ്മൾ. എന്നിട്ട് ഉപ്പൊക്കെ അതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് നോക്കണം. അടിപൊളി പാർട്സ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഞാൻ ഇതിൻ്റെ കൂടെ കപ്പയാണ് എടുത്തേക്കുന്നത്. കപ്പയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പാർട്സ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. ഈ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ ഇട്ടേക്കാം അടുത്ത വീഡിയോയിൽ. എന്തായാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.